ഹലോ മച്ചാമാരെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ മച്ചാമാർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്സിൻ്റെ മോഡ് റിവ്യൂവും കാര്യങ്ങളാണ് മച്ചാമാരെ. ഓക്കെ, അപ്പോൾ ഏത് മോഡ് റിവ്യൂവും കാര്യങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ TVZ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സെഡ് അസ്ത്രയുടെ മോഡ് റിവ്യൂവും കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ മച്ചാന്മാരെ, ഇതാണ് നമ്മുടെ TVZ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന സെഡ് അസ്ത്ര മോഡ്. ഓക്കെ, സെഡ് അസ്ത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എടുപ്പ് തന്നെയാണല്ലേ ഗൈസ്. അതിൻ്റെ ആ ഒരു പക്ക പെർഫെക്ഷനിൽ തന്നെ അവർ ചെയ്തെടുത്തിട്ടുണ്ട്. പക്ക റിയലിസം തോന്നിക്കുന്ന ഒരു ടൈപ്പ് മോഡാണിത്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ആ ഒരു അകത്തെ ക്യാബിൻ വർക്കും കാര്യങ്ങളാണ് മച്ചാന്മാരെ. അതിൻ്റെ ആ ക്യാബിൻ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, എന്ത് ഇടുക്കാച്ചിയായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് കണ്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലെ ടോപ്പ് ലൈറ്റും കാര്യങ്ങളൊക്കെ 8 ഹെഡ് ടോപ്പ് ലൈറ്റും കാര്യങ്ങളാണ് ഇതിന് വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഫ്രണ്ടിൽ 2 ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുമേ 2 കരിമ്പടവും കാര്യങ്ങളൊക്കെ. പിന്നെ എന്താ പറയണ്ടത്, ഒന്നും പറയാനില്ല. ഇത് വണ്ടി കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, ഇത് പക്ക മോഡാണ്. പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു മോഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഫ്രണ്ടിൽ കണ്ടോണ്ടിരിക്കുന്നത്. ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെ നോർമൽ സെഡോണിൻ്റെ പോലെ തന്നെയാണ് ചെയ്തെടുത്തിരിക്കുന്നത് അവർ. ഓക്കെ, 3D കാര്യങ്ങളൊക്കെ ബാക്ക് സൈഡിൽ സാധാ നോർമൽ സെഡോണിൻ്റെ കണക്കാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു ബാക്കിൽ ആ ഒരു നോർമൽ സെഡോണിൻ്റെ തന്നെയാണ് ലുക്ക് എടുത്ത് കാണിക്കുന്നത് അല്ലേ. ആ ഒരു ലുക്ക് തോന്നിക്കുന്നത് നോർമൽ സെഡോണിൻ്റെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഇപ്പോഴത്തെ മോഡലിൽ ബാക്ക് നോർമൽ സെഡോണിൻ്റെ അല്ല വരുന്നത്. ഓക്കെ, അല്ല, നോർമൽ സെഡോണും വരുന്നുണ്ട് ബാക്ക് സൈഡ്. പിന്നെ നമ്മുടെ കുറച്ച് നാൾ മുമ്പ് ഇറങ്ങിയ ഗ്രാൻഡ് BMRൻ്റെ വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മച്ചാന്മാരെ. കണ്ടോ, അതുപോലത്തെ തന്നെ ഒരു വീൽ കപ്പും കാര്യങ്ങളൊക്കെയാണ് അവരിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താ, ഈ പുറത്തെ വശത്തും കാര്യങ്ങളൊക്കെ പിന്നെ ഇത്രയും മച്ചാന്മാരെ പറയാനുള്ളൂ. പിന്നെ ഫ്രണ്ടിൽ തന്നെ ഇതുപോലത്തെ കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുപോലത്തെ തൂങ്ങി കിടക്കുന്ന സാധനങ്ങൾ, ഇതുപോലെ ഹാങ്ങിങ്സും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ബാക്കിൽ ഒരു സാധനമുണ്ട് ഗൈസ്, ബാക്കിൽ ഒരെണ്ണം ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഈ സൈഡിലായിട്ട് വേണ്ട, അത് കൊള്ളാം, നൈസായിട്ടുണ്ട്. പക്കാ മോഡാണ് ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മോഡാണ് സെഡ് അസ്ത്രയിൽ. ഇതുവരെ ബസ്സിൽ ഇറങ്ങിയ സെഡ് അസ്ത്രയിൽ എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് മോഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്റ്റീരിയറും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇനി ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. ഓക്കെ മച്ചാന്മാരെ, അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ തന്നെ ഫ്രണ്ടിൽ തന്നെ ഒരു TVZ മിക്ക മോഡലും വരുന്ന പോലെ തന്നെ ഫ്രണ്ടിലായിട്ടൊരു ചെയിൻ മാല. ഓക്കെ, പിന്നെ നമ്മുടെ റെക്സിനും കാര്യങ്ങളുടെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ പക്ക റിയൽസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ടൊരു ഗിയർ. സത്യം പറഞ്ഞാൽ അത് വണ്ടിയുടെ മോഡ് കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ കയറിയിരിക്കുമ്പോൾ കാണാൻ പറ്റത്തില്ല. അത് ഞാൻ ഡ്രൈവർ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് ആ ഗിയർ നോബ് കാണുന്നത്. ഇല്ലെങ്കിലും കാണാൻ പറ്റുമോ തോന്നുന്നു ഗൈസ്. പിന്നെ സൈഡിലായിട്ട് നമ്മുടെ GPS കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മച്ചാന്മാരെ. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ വണ്ടിയുടെ ക്യാബിനിലേക്കും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഫ്രെയിം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിനകത്ത് നമ്മുടെ അയ്യപ്പനുണ്ട്, യേശുണ്ട്, അള്ളാഹു ഉണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ട് ഗൈസ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് സെറ്റ് വർക്കും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഓവറായിട്ട് എടുത്ത് നിൽക്കുന്നില്ല. ഓക്കെ, പിന്നെ സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ നിങ്ങൾ സ്വിച്ച് ബോർഡ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഡ്രൈവർ ക്യാബിൻ, ഡ്രൈവർ സീറ്റ്, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ, പിന്നെ കുറേ പിക്സൽ LED വർക്കും കാര്യങ്ങളൊക്കെ, പിന്നെ കുറേ ആക്രലിക് വർക്കും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് മച്ചാന്മാർ. പിന്നെ നമ്മുടെ വണ്ടിയുടെ അകത്തേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിലായിട്ട് ഒരുപാട് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടെ ഒരു മറ്റേ പാട്ട് തുള്ളിച്ചാടുന്ന ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ, ആ ലൈറ്റിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്, അതാണ്. ഓക്കെ, സൈഡിലായിട്ട് പോലെ നേരെ കണക്ക്. ഓക്കെ, പിന്നെ ഇവിടെ തന്നെയായിട്ട് 2-3 ഗ്ലോബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മച്ചാന്മാരെ. ഓക്കെ, ഗ്ലോബും കാര്യങ്ങളൊക്കെ 2 സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിലും കാര്യങ്ങളൊക്കെ സീറ്റിൻ്റെ അടിയിൽ മീൻസ് ഇവിടെ താഴെയും കാര്യങ്ങളൊക്കെ ഓറഞ്ച് കളറിൽ മാറ്റ് പോലത്തെ സംഭവം കിടപ്പുണ്ട്. അതൊക്കെ തിളങ്ങും, മീൻസ് ലൈറ്റ് കത്തുമെന്ന് തോന്നുന്നു ഗൈസ്. അതൊക്കെ നമുക്ക് നോക്കാം, നൈറ്റ് നോക്കാം. ഓക്കെ,
പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ ഒരു ബില്ലറ്റും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ബില്ലറ്റും പിന്നെ സൈഡിൽ കുറേ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് വെച്ചാൽ മതി. പിന്നെ ഇതേ ബാക്കിലായിട്ട് തന്നെ ഇത് സബും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. സബ് കിക്കറും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് വെച്ചാൽ മതി. അതിൻ്റെ അടിയിൽ തന്നെ ട്രാവൽ ലൈറ്റ്സ് എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. TV സെറ്റ്. ഓക്കെ, അതാണ് ട്രാവൽ ലൈറ്റ്സ്. പിന്നെ TV സെറ്റിൻ്റെ ലോഗോയും കാര്യങ്ങളൊക്കെ സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരേ സ്പീക്കറിൻ്റെ സൈഡിലൊക്കെ. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അത് കാണാൻ പറ്റുള്ളൂ ഗൈസ്. ഇതിനകത്ത് സൂം ചെയ്യാനുള്ള ഒരിതില്ല. ഓക്കെ, അതാണ് ഞാൻ സൂം ചെയ്ത് കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഇനി ആനിമേഷൻ കീസും കാര്യങ്ങളൊക്കെ നോക്കാം. സോ അപ്പോൾ ചമ്മര ഇതേ നമ്മുടെ ആനിമേഷൻ കീ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ആനിമേഷൻ കീ വരുന്നത് ഇതേ നമ്മുടെ ഈ ഫ്രണ്ട് ബോണറ്റും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, ഫ്രണ്ട് ബോണറ്റിൻ്റെ ആ സംഭവം കാര്യങ്ങളൊക്കെ ഓപ്പൺ ആകുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് ആനിമേഷൻ കീ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ സെക്കൻഡ് ആനിമേഷൻ കീ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ സൈഡിലുള്ള ഗ്ലാസും കാര്യങ്ങളൊക്കെ നീങ്ങുന്നതായിട്ടാണ്, തുറക്കുന്നതായിട്ടാണ് ആനിമേഷൻ കീ കൊടുത്തേക്കുന്നത്. പൊക്കത്ത് ആ ഒരു എയർ പാസിങ് ഹോളും കാര്യങ്ങളൊക്കെ തുറക്കുന്ന ഒരു ആനിമേഷൻ കീ ആണ് തേർഡ് ആനിമേഷൻ കീയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ തേർഡ് ആനിമേഷൻ കീയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ബാക്കിൽ വരുന്ന പേരിൻ്റെ അവിടെ പിക്സൽ നെയിം ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ആനിമേഷൻ കീ. പക്ഷെ അതവിടെ കാണിക്കുന്നില്ല, കാരണം ലിവറിയുടെ കുഴപ്പമാണ് വെച്ചാൽ മതി. ഓക്കെ, അതാണ് കാണാൻ പറ്റാത്തത്. പിന്നെ പൊക്കത്ത് തന്നെ ആയിട്ട് ഒരു AC സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ TV സെഡിൻ്റെ സെഡസ്ത്ര മോഡും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ട് ഈ മോഡും കാര്യങ്ങളെന്നൊക്കെ. ഓക്കെ, പിന്നെ ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഈ മോഡിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് കയറി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇത്രയും ഉണ്ടായിരുന്നു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.